രാവിലെ ഇപ്പോൾ എം പിയുമായിട്ട് കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു. എന്തോ എന്തോ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കൂടിക്കാഴ്ചയാണോ? ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ? പക്ഷേ അതങ്ങനെയല്ലല്ലോ. വി കെ ശ്രീകണ്ഠൻ എം പിയുമായിട്ട് പാലക്കാടിന്റെ എം എൽ എ കൂടിക്കാഴ്ച നടത്തുകയാണ്. കോൺഗ്രസിനെ പുറത്താക്കപ്പെട്ട ഒരാളാണ്. പാലക്കാടിന്റെ എം പിയെ കാണുമ്പോൾ പാലക്കാടിന്റെ എം എൽ എക്ക് സംസാരിക്കാൻ പാടില്ലേ? പക്ഷേ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കണമല്ലോ അല്ലേ? ഇപ്പോൾ CPM നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? BJP ഒരു നേതാവിനെ കണ്ടാൽ സംസാരിക്കണ്ടേ? നമ്മൾ പരിചയക്കാരല്ലേ? നിങ്ങളിങ്ങനെ ഈ ഇത്ര വാർത്താ ദാരിദ്ര്യം കേരളത്തിലുണ്ടോ? വാർത്താ ദാരിദ്ര്യമല്ല. പുതുയുഗ യാത്ര കടന്നു പോകുന്ന സമയത്താണ് വി കെ ശ്രീകണ്ഠൻ എം പി ഈ ജില്ലയിൽ വരുന്നത്. ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. മറ്റാരും കാണാതെ ഹോട്ടലിൽ നിന്ന് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അത് രഹസ്യ കൂടിക്കാഴ്ച തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതെങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ചയാവുന്നത്? ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കാണുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് രഹസ്യ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്? എങ്ങനെയാണ് രഹസ്യമായി കാണാനാണെങ്കിൽ എത്രയോ സ്ഥലങ്ങളിലിരുന്ന് കാണാം അല്ലേ? പാലക്കാട് വികസനം സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു അപ്പോൾ ചർച്ച. ഞങ്ങൾ പലതും സംസാരിക്കുക. അത് തന്നെ ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പം നിങ്ങളും അദ്ദേഹവും കൂടെ ഞാൻ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്താ സംസാരിച്ചതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധികളാണെങ്കിൽ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് പറയേണ്ടത് മാധ്യമ സമ്മേളനം നടത്തി നമ്മൾ പറയും. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള പുതുയുഗ യാത്രയുടെ പ്രധാനപ്പെട്ട ജാതിൽ അംഗമായിട്ടുള്ളവരെ നേരിട്ട് കാണുകയാണ്. അതും മറ്റ് നേതാക്കളില്ലാത്ത രീതി. അതൊക്കെ നിങ്ങളല്ലേ ക്ലബ് ചെയ്തേ? നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ക്ലബ് ചെയ്ത കാര്യങ്ങളല്ലേ? ഞങ്ങൾ കാണുന്ന കാഴ്ചകളാണ്. ഞങ്ങൾ കണ്ട രീതി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നു. അവിടെ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുന്നു. ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇരിക്കുമ്പോൾ ആ ടേബിളിൽ ഞാൻ പോയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുന്നു. കുറേ നേരം സംസാരിച്ചു. അത്ര നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുന്നതല്ലോ രാഹുൽ. നിങ്ങൾ കളങ്കമായി കണ്ടോളൂ. അതെൻ്റെ പരാതിയല്ല, എൻ്റെ വിഷയമല്ല. നിങ്ങളെങ്ങനെ കാണണം എന്നുള്ളത് ഞാനാണോ തീരുമാനിക്കേണ്ടത്? ഞങ്ങളെന്താ സംസാരിച്ചത് നിങ്ങൾ തീരുമാനിക്കേണ്ട അല്ലേ? രാഹുലും വി കെ ശ്രീകണ്ഠനും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാലക്കാടിന്റെ വികസനം മാത്രമായിരിക്കില്ല, രാഷ്ട്രീയം സംസാരിക്കില്ലേ? ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. രാഷ്ട്രീയം സംസാരിക്കുമായിരിക്കും, വികസനം സംസാരിക്കുമായിരിക്കും, കുടുംബകാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത്? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ഒരു യാതൊരു മറുപടിയും പറയാത്തൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. എൻ്റെ ഭാവിയെ പറ്റി വല്ലാതെ ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ടാന്നേ. എൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പരിചയക്കാരായിട്ടുള്ള രണ്ട് ആളുകൾ കാണുമ്പോൾ പലതും സംസാരിക്കും. ഇനിയും പോട്ടെ, ശ്രീ വി കെ ശ്രീകണ്ഠൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണെന്ന് വിചാരിച്ചു. അതിലെന്താ തെറ്റെന്താ? ഇതിൽ തെറ്റുണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ നാട്ടിൽ വരുമ്പോൾ അല്ലേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? അപ്പുറത്തേക്ക് വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാവും. പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാകാതിരിക്കുമോ? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്തേന്നേ? ചർച്ചയാകേണ്ട വിഷയങ്ങൾ അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ എന്തിനാ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം? ഇപ്പം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട എനിക്ക് ഞാൻ മത്സരിക്കണോ വേണ്ടായോ എന്നോ കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ? കഴിയുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമോ എന്നുള്ള ആകാംക്ഷ കേരള പൊതുസമൂഹത്തിനുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആ കാര്യം പാലക്കാടിന്റെ MP തന്നെ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനോട് തന്നെ രാഹുലിന് ആശയവിനിമയം നടത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അനുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. അതിൽ ഞാൻ നിങ്ങളുടെ ഭാവനയ്ക്കും നിങ്ങളുടെ ആലോചനകൾക്കും അതിർവരം വിടാൻ ഞാൻ ആളല്ല. ഞങ്ങൾ എന്താ സംസാരിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ട് പരിചയക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഒരാൾ, അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, ദീർഘനേരം സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശ് KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ കൂടി കാണണ്ടേ? അവിചാരിതമായി കാണുന്നതിന് എന്തിനാണ് എല്ലാവരും കൂടെ കാണുന്നത്? ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ എല്ലാവരും കാണണം. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം പ്രതിപക്ഷ നേതാവായിരിക്കുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പോയി വിഷ് ചെയ്യും, അദ്ദേഹത്തോട് സംസാരിക്കും. അദ്ദേഹം നമുക്കറിയാം പെരുന്നയിൽ ഒറ്റ കാര്യം, അദ്ദേഹം എന്നോട് സംസാരിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ CPM ഒരു മന്ത്രി ഇരിക്കുകയാണെന്ന് വിചാരിച്ചു. CPM ഒരു മന്ത്രി ഇരിക്കുമ്പം അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണെങ്കിൽ ഞാൻ പോയി സംസാരിക്കില്ലേ? സംസാരിക്കും. ഓക്കെയാണ്. പക്ഷേ പെരുന്നയിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടപ്പോൾ രമേശ് ചെന്നിത്തലടക്കം മുഖം തരാതെ പോയൊരു കാര്യമുണ്ട്. അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെ പെരുന്നയിൽ വെച്ച് കണ്ട് മുഖം തരാതെ പോയ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് പ്രാധാന്യമുള്ള കാര്യമല്ലേ? പറ്റിയിട്ടുള്ള വളരെ വിശദമായി ശ്രീ രമേശ് ചെന്നിത്തല ഞാനും പറഞ്ഞിട്ടുണ്ട്. പെരുന്നയിൽ വെച്ച് തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയും ഞാനും തമ്മിൽ സംസാരിക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ട്. അദ്ദേഹം കടന്നു പോകുമ്പോൾ എന്നെ കാണാതെ അദ്ദേഹം കടന്നു പോകുന്നതിൻ്റെ ഒരു വിഷ്വൽ വെച്ചിട്ട് നിങ്ങൾ വാർത്ത ഉണ്ടാക്കുന്നതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ലല്ലോ. ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ യുവർ ന്യൂസസ്. വാർത്തകൾ ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തമുണ്ട്. ജനങ്ങളോട് ജനപ്രതിനിധിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് എന്നാൽ പിന്നെ നിങ്ങൾ മുഴുവൻ വിഷ്വൽസ് കൊടുക്കൂ. ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് സംസാരിച്ച വിഷ്വൽ കൊടുക്കൂ. കഴിഞ്ഞ ദിവസവും ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു അഭിമുഖം ഞാൻ കണ്ടതാണ്. അതിനകത്ത് അദ്ദേഹം വളരെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം, ഈ പറയുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സജീവമായിട്ട് നിൽക്കുകയാണ്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് രാഹുൽ അതിജീവമായിട്ട് ഫോണിൽ വീണ്ടും വാട്സപ്പിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്തിനാണ് വീണ്ടും അങ്ങനെ ശ്രമിക്കുന്നത്? അത് നിങ്ങളുടെ വാർത്തയല്ലേ? കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ബാക്കി കോടതി പറയാന്നേ, വാർത്തയല്ലേ? നിങ്ങൾ നിരന്തരമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ നിങ്ങളുടെ വാർത്തയല്ല. നമ്മൾ അടൂരിലെ ഹോട്ടലിൽ വെച്ച് വി കെ ശ്രീകണ്ഠനുമായി സംസാരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കണ്ടുമുട്ടിയതിന് ശേഷം ഇനി കൂടിക്കാഴ്ചയെന്നോ ചർച്ചയെന്നോ എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണമാണ് നിങ്ങൾ കേട്ടത്. വളരെ 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 കൃത്യമായ മറുപടികൾ,
അളന്നു മുറിച്ചുള്ള മറുപടികൾ എല്ലാത്തിനും സാധാരണഗതിയിൽ രാഹുൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഇത്ര എന്താ പറയേണ്ടത്, ഈ അറുത്ത് മുറിച്ചുള്ള മറുപടികളൊന്നും പറയാറില്ല. അയാൾ കുറച്ചുകൂടി മയത്തിലൊക്കെയാണ് മറുപടി പറഞ്ഞു കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദ്യങ്ങൾ അത്രയും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവും ഈ പറയുന്ന VK ശ്രീകണ്ഠനും കൂടിക്കാഴ്ച നടത്തി. ഇത് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ടാൾ കണ്ട് സംസാരിക്കുന്നതിന് നമ്മൾ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന മാധ്യമങ്ങളിലെ ചില വാക്ക് പ്രയോഗങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്ന് ആരും, രണ്ടാൾ കണ്ട് അവർ കണ്ടപ്പോൾ സംസാരിച്ചു, ഇതിനെയാണ് കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ എന്താ പിന്നെ രാഹുൽ ഇത് പറയാത്തതെന്ന്? അത് രാഹുൽ മാത്രമല്ല, അത് VK ശ്രീകണ്ഠനും പറയില്ല. മനസ്സിലായില്ലേ? രാഹുൽ മാത്രമല്ല, VK ശ്രീകണ്ഠനും അത് പറയില്ല. അത് പറയേണ്ടവർ പറയും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ VK ശ്രീകണ്ഠനും രാഹുലും കൂടിക്കാഴ്ച നടത്താതിരിക്കുക, രാഷ്ട്രീയ പ്രാധാന്യമോ വികസന പ്രാധാന്യമോ എന്തോ ഉണ്ടാവട്ടെ, ഇതിൽ ഈ പറയുന്ന മാധ്യമങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളതാ അല്ലേ? മാധ്യമങ്ങൾക്ക് എന്താണ് റോള് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അല്ലേ? മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളും ഇല്ല. ഇപ്പോൾ VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ ഒരാൾ പാലക്കാട്ടെ MLA ആണ്. ആ കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ അസംബ്ലി മണ്ഡലത്തെ കൂടെ ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ പാലക്കാടിൻ്റെ MP ആണ് ആര്? VK ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഇവർ രണ്ടുപേരും ഇനിയിപ്പോൾ അവരുടെ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം എന്താ? കാരണം അവർ രണ്ടുപേരും അത്തരം പ്രവർത്തനങ്ങൾ അവിടെ നടത്തുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കും. മനസ്സിലായില്ലേ? വേണ്ട രീതിയിൽ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ അത് എത്തിക്കാതെ ഒന്നും നിൽക്കില്ല. അപ്പോൾ അത് ആ നാട്ടുകാർക്ക് അറിയും. കാരണം അപ്പോൾ അവർക്ക് അത് അറിയിക്കേണ്ടത് ആരെയാണ്? അവരുടെ മണ്ഡലത്തിൽ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉള്ള ആളുകളെ ആണ് ബോധ്യപ്പെടുത്തേണ്ടത്. കാരണം അവരാണ് വോട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ അവരെ മണ്ഡലത്തിന് പുറത്തുള്ള ആളുകളെ ഒന്നും ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഇവരാരും വോട്ട് ചെയ്യേണ്ട ആൾക്കാരൊന്നുമില്ല. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം, അയാളുടെ ഈ പറയുന്ന പ്രവർത്തന മേഖല, അവിടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. കാരണം അയാൾക്ക് അതിലേ കാര്യമുള്ളൂ. അയാൾ ഇനിയിപ്പോൾ അവരെ ബോധ്യപ്പെടുത്താതെ ആ മണ്ഡലത്തിന് പുറത്തുള്ള എല്ലാവരെയും ബോധ്യപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടും ഒക്കെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവരത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടായിരിക്കും അവരത് ചെയ്യുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല. അപ്പോൾ അത് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ മാപ്രയുടെ ചോദ്യം എന്താണ്? ഇത് വലിയ നിഷ്കളങ്കമായിട്ട് കാണാൻ കഴിയുമോ എന്നുള്ളതാണ്. കളങ്കമായിട്ട് കണ്ടോ? എന്താ കുഴപ്പം? ഇവരാണോ തീരുമാനിക്കുന്നത്? ഇവരാണോ തീരുമാനിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് അറിയുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് അല്ലേ? ഇപ്പം ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കാമുകിയെ വിറ്റ് കാശാക്കിയവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗണേഷ് കുമാറാണെന്ന് ഇത് അറിയാത്ത ഏതെങ്കിലും സാധാരണക്കാർക്ക് പോലും അറിയുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഇതറിയാത്ത കാര്യം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതാണ്, അതിന് സരിതയെ വിറ്റത് ഗണേശനാണ്, സരിതയെ നക്കി തുടച്ചതിന് ശേഷം വിറ്റതും വേശ്യയാക്കിയതും പരവടിയാക്കിയതും ഗണേശനാണ്, ആ വിറ്റ കാശാണ് ഇപ്പോൾ ഈ ഗണേശൻ നക്കുന്നത് എന്നറിയാത്ത ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് കേരളത്തിലുണ്ടോ? ഉണ്ടോ? എന്നിട്ട് ഈ ഗണേശൻ്റെ ധാർമ്മികതയെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ ഗണേശൻ ഇന്ന് മുഖ്യമന്ത്രി കസേരയിലാണല്ലോ, മന്ത്രി കസേരയിലാണല്ലോ ഇരിക്കുന്നത് അല്ലേ? ഇനി മുഖ്യമന്ത്രിയുടെ കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ കാര്യം എന്താണ്? വലിയ തന്തയാണല്ലോ കേരളത്തിൻ്റെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്തയാണല്ലോ വലിയ. ഈ തന്ത ചത്താൽ കേരളം ആവിയായി പോകുമെന്നാണല്ലോ അടിമകൾ പറയുന്നത്. തന്തയില്ലെങ്കിൽ പിന്നെ കേരളം ഇല്ല എന്നാണല്ലോ അടിമകൾ പറയുന്നത്. പിണറായി വിജയനെ കണ്ടിട്ടാണ് പണ്ട് പരശുരാമൻ മഴ എറിഞ്ഞത് എന്നാണല്ലോ ആര് പറയുന്നത്? അടിമകൾ പറയുന്നത്. ആ പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താ? പിണറായി വിജയൻ്റെ ധാർമ്മികത എന്താ?
ആ മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ എന്ത് ധാർമ്മികതയാണ് പിണറായി വിജയനുള്ളത്? TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്താൻ ഗൂഢാലോചന നടത്തിയില്ലെങ്കിലും ഇന്ന ദിവസം അയാളെ വെട്ടി വീഴ്ത്താൻ പോവുകയാണ് എന്ന് TP ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുമ്പോൾ അറിയുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നില്ലേ ഈ പറയുന്ന പിണറായി വിജയൻ അല്ലേ? അപ്പോൾ ഒരു മനുഷ്യനെ രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിൽ കൊല്ലാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചിട്ട് അതറിഞ്ഞ് മിണ്ടാതിരുന്ന തടയാതിരുന്ന ഒരു വ്യക്തിയുടെ ധാർമ്മികത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ എന്ത് ധാർമ്മികതയാണ് ഇയാൾക്കുള്ളത് അല്ലേ? അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണ്? മാപ്രകളുടെ പ്രശ്നം എന്താ? VK ശ്രീകണ്ഠനും രാഹുൽ മാങ്കൂട്ടവും കണ്ടു, സംസാരിച്ചു, ചായ കുടിച്ചു, കൈ കൊടുത്തു, ചിരിച്ചു, കെട്ടിപ്പിടിച്ചു. എന്താ പ്രശ്നം? നിങ്ങൾക്ക് ആർക്കും എന്താ പ്രശ്നം? നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ആണോ രാഹുൽ മാങ്കൂട്ടം വന്ന് കയറി പിടിക്കേണ്ടി ചെയ്തോ? നിങ്ങളെ വീട്ടിലേക്ക് ഒന്നും കയറി വന്നില്ലല്ലോ. ശ്രീകണ്ഠനെയല്ല കണ്ടത്. ഇനി ശ്രീകണ്ഠൻ്റെ വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രീകണ്ഠൻ എന്താണ് രാഹുലിനെ കുറിച്ച് പറയാനുള്ളത് എന്ന്? മുൻപൊക്കെ രാഹുലിനെ പിന്തുണച്ച വ്യക്തിയാണ് ശ്രീകണ്ഠൻ. ശ്രീകണ്ഠന് പ്രശ്നമില്ലെങ്കിൽ, ശ്രീകണ്ഠൻ ഒരു പ്രശ്നവുമില്ല രാഹുലിനെ കാണുന്നതിനോ സംസാരിക്കുന്നതിനോ, പിന്നെ ഈ പറയുന്ന വേശ്യാമാധ്യമങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ പ്രശ്നം? അങ്ങനെ ആർക്കും അത്ര വലിയ കുരുവൊന്നും പൊട്ടണ്ട, മനസ്സിലായില്ലേ? അത്രമാത്രം കുരു പൊട്ടാൻ മാത്രമുള്ള ധാർമ്മികമായ മൊറാലിറ്റിയൊന്നും നിങ്ങളുടെ ആരുടെയും കയ്യിലില്ല. നിങ്ങളൊക്കെ അത് ഉണ്ടാക്കിയിട്ട് വാ, മനസ്സിലായില്ലേ? അങ്ങനെ അത്രമാത്രം ജനപ്രതിനിധി ആകുമ്പോൾ അത്ര വലിയ മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികത കാത്തു സൂക്ഷിക്കണം എന്നൊന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പിണറായി വിജയനൊന്നും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂലടോ. ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ മന്ത്രി കസേരകളിൽ ഉണ്ടാവില്ല. ഞാനൊരു ഉദാഹരണം 1-2 പേരെ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ധാർമ്മികതയൊക്കെ നോക്കിയിട്ടാണ് ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഭൂരിപക്ഷം ആളുകളും, അധികാര കസേരയിലിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും അതിന് യോഗ്യതയില്ലാത്തവർ മാത്രമാണ്. യോഗ്യതയില്ലാത്തവരാണ്, മനസ്സിലായില്ലേ? യോഗ്യതയില്ലാത്തവർ മാത്രമല്ല, ഇവരൊക്കെ തെറ്റ് ചെയ്യുക മാത്രമല്ല, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചവർ കൂടിയാണ്. അത് വലിയ, നമ്മൾ പേഴ്സണലി ഒരാൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ മോശപ്പെട്ട അധപ്പതിച്ച ഏർപ്പാടാണ് മറ്റൊരുത്തനെ അതിലേക്ക് പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? തെറ്റിലേക്ക് പ്രേരിപ്പിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടുണ്ട്, ആ കാശ് വാങ്ങി നക്കിയിട്ടുമുണ്ട്. അങ്ങനത്തെ ആളുകൾ മന്ത്രി കസേരയിലും മുഖ്യമന്ത്രി കസേരയിലും ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിട്ട് അങ്ങനെ ധാർമ്മികത ഒന്നും വേണ്ട. എന്ത് ധാർമ്മികത? ഒരു ധാർമ്മികതയുമില്ല. ഭർത്താവിനെ വഞ്ചിച്ച് ഭർത്താവിനെ വീട്ടിലിരുത്തി കാമുകനോടൊപ്പം ഹോട്ടൽ മുറികളിൽ പോയി കിടക്കാൻ തയ്യാറാകുന്ന യുവതികളുള്ള നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം എന്ത് ധാർമ്മികതയാ? മനസ്സിലായില്ലേ? അങ്ങനെ അയാൾക്ക് മാത്രമായിട്ട് ധാർമ്മികത ഒന്നും വേണ്ട. അങ്ങനെ അയാൾ മാത്രം വലിയ ധാർമ്മികത തലയിൽ പേറുന്ന ഒരു വ്യക്തി ആവണം എന്നൊക്കെ പറയുന്നത് അത് മൗഢ്യമാ. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ അത് മനുഷ്യനായ എല്ലാവർക്കും ഉള്ളതാ. അതുണ്ടോ? അതുണ്ട്. ധാർമ്മികതയുണ്ട്, അത് എല്ലാവർക്കും ഉള്ളതാണ് ധാർമ്മികത. അത് മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ MLAക്കോ ജനപ്രതിനിധിക്കോ ഫിലിം സ്റ്റാറിനോ സാധാരണക്കാരനോ കൂലിപ്പണിക്കാരനോ എന്നൊന്നുമില്ല. ധാർമ്മികത എല്ലാവർക്കും ഈക്വല. ഇനി ധാർമ്മികത ഇല്ലേ? ഇന്ന് അത് ആർക്കും ഇല്ലതാനു. ആണിന് മാത്രം ധാർമ്മികത, സ്ത്രീക്ക് ധാർമ്മികത ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഉണ്ടോ? ഞാൻ പറഞ്ഞ എല്ലാവർക്കും, മനുഷ്യനായ എല്ലാവർക്കും ഉണ്ട്. അതാണാവട്ടെ, പെണ്ണാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, നേതാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ, കൂലി ജോലിക്കാരനാവട്ടെ, ആരുമാവട്ടെ, എല്ലാവർക്കും ധാർമ്മികത വേണം. ഇപ്പം പറഞ്ഞു വന്നത്, ഇപ്പം രാഹുൽ മാങ്കൂട്ടും ശ്രീകണ്ഠനും എന്തെങ്കിലും ഒന്ന് കണ്ട് സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴേക്കും ആർക്കും വലിയ കുരുന്നും, ആർക്കും അങ്ങനെ വലിയ കുരുവൊന്നും പൊട്ടേണ്ട കാര്യമില്ല. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അട്ടിപ്പേർ അവകാശമോ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശമോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തന്തയായിട്ടോ നിങ്ങളാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ശ്രീകണ്ഠൻ്റെയും. ശ്രീകണ്ഠനെ നിങ്ങളുടെ ആരുടെയും കാൽ കീഴിൽ കൊണ്ടുവന്നിട്ട് അടിയറ വെച്ചിട്ടൊന്നുമില്ല. ശ്രീകണ്ഠൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഊശിരുള്ള നട്ടലുള്ള നേതാവാ. മനസ്സിലായിക്കോ? അത് നിങ്ങൾ മനസ്സിലായിക്കോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്.
അങ്ങോട്ട് കയറി മുട്ടാൻ വല്ലാതെ പോകണ്ട. ശ്രീകണ്ഠൻ സാധാരണ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളെ പോലെയല്ല, കുറച്ച് ഒരു പടി വിഭിന്നമായിട്ടുള്ള വ്യക്തിയാണ്. മനസ്സിലായില്ലേ? വെറുതെ കയറി വടി കൊടുത്ത് അടി വാങ്ങുന്ന ഏർപ്പാട് ഉണ്ടാക്കണ്ട. അതുകൊണ്ട് രാഹുലും ശ്രീകണ്ഠനും ഇനിയും കൂടിക്കാഴ്ചകൾ നടത്തും, കാണും, സംസാരിക്കും, ഭക്ഷണം കഴിക്കും, കൈ കൊടുക്കും, ചായ കുടിക്കും, ചിരിക്കും, ഉല്ലസിക്കും, എല്ലാം ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ ഈ വേശ്യാമാധ്യമങ്ങളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല.